ഒന്ന് ദിനവൃത്താന്തം അധ്യായം 7. ഇസ്സാഹാരിൻ്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്, ഷിമ്രോൻ ഇങ്ങനെ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസ്സി, രഫായാവ്, യെരിയേൽ, യഹ്മായി, ഇബ്സാം, ഷെമൂവേൽ എന്നിവർ അവരുടെ പിതാവായ തോലായുടെ ഭവനത്തിന് തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളും ആയിരുന്നു. അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് 20,600. ഉസ്സിയുടെ പുത്രന്മാർ ഇസ്രഹ്യാവ്, ഇസ്രഹ്യാവിൻ്റെ പുത്രന്മാർ മീഖായേൽ, ഓബദ്യാവ്, യോവേൽ, ഇഷ്യാവ് ഇങ്ങനെ 5 പേർ. ഇവർ എല്ലാവരും തലവന്മാരായിരുന്നു. അവരോടുകൂടെ അവരുടെ വംശാവലി പ്രകാരം കുടുംബമായി സൈന്യഗണങ്ങളായി 36,000 പേരുണ്ടായിരുന്നു. അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സഹോദരന്മാരായി ഇസ്സാഹാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികൾ ആകെ 87,000 പേർ. ബെന്യാമീന്യർ ബേല, ബേഹർ, യെദിയയേൽ ഇങ്ങനെ 3 പേർ. ബേലയുടെ പുത്രന്മാർ എസ്ബോൻ, ഉസ്സി, ഉസ്സിയേൽ, എരീമോത്ത്, ഈരി ഇങ്ങനെ 5 പേർ. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായ വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ 20,034 പേർ. ബേഖരിന്റെ പുത്രന്മാർ സമീര, യോവാഷ്, എലിയേസർ, എല്യോവേനായി, ഒമ്രി, യേരമോത്ത്, അബിയാവ്, അനാഥോത്ത്, ആലേമെത്ത് ഇവരെല്ലാവരും ബേഖരിന്റെ പുത്രന്മാർ. വംശാവലി പ്രകാരം തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ 20,200 പേർ. യെദിയേലിന്റെ പുത്രന്മാർ ബിൽഹാൻ, ബിൽഹാന്റെ പുത്രന്മാർ യെവൂഷ്, ബെന്യാമീൻ, യേഹൂദ്, കെനയന, സേഥാൻ, തർശീഷ്, അഹിഷാഫർ ഇവരെല്ലാവരും യെദിയേലിന്റെ പുത്രന്മാർ. പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ 17,200 പേർ. ഈരിന്റെ പുത്രന്മാർ ശുപ്പീം, ഹുപ്പീം. അഹേരിന്റെ പുത്രന്മാർ ഹൂഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ, ഷല്ലു. ബിൽഹിയുടെ പുത്രന്മാർ മനശ്ശയുടെ പുത്രന്മാർ അവന്റെ വെപ്പാട്ടി അരാമ്യ സ്ത്രീ പ്രസവിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പിതാവായ മാഹീരിനെയും പ്രസവിച്ചു. എന്നാൽ മാഹിർ ഹുപ്പീമിന്റെയും ശുപ്പീമിന്റെയും സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവരുടെ സഹോദരിയുടെ പേർ മയഖ എന്നായിരുന്നു. രണ്ടാമന്റെ പേർ ഷെലോഫെഹാദ് എന്നായിരുന്നു. ഷെലോഫെഹാദിന് പുത്രിമാർ ഉണ്ടായിരുന്നു. മാഹീരിന്റെ ഭാര്യ മയഹ ഒരു മകനെ പ്രസവിച്ചു. അവന് പേരഷ് എന്നു പേർ വിളിച്ചു. അവന്റെ സഹോദരന് ഷേരഷ് എന്നു പേർ. അവന്റെ പുത്രന്മാർ ഊലാമും രേഖെമും ആയിരുന്നു. ഊലാമിന്റെ പുത്രന്മാർ ബെദാൻ. ഇവർ മനശ്ശയുടെ മകനായ മാഹീരിന്റെ മകനായ ഗിലെയാദിന്റെ പുത്രന്മാർ ആയിരുന്നു. അവന്റെ സഹോദരിയായ ഹമ്മോലേഹത്ത്, ഈഷ്ഹോദ്, അബിയേസർ, മഹ്ല എന്നിവരെ പ്രസവിച്ചു. ഷെമീദയുടെ പുത്രന്മാർ അഹിയാൻ, ഷേഖം, ലിക്കഹി, അനിയാം. എഫ്രൈമിന്റെ പുത്രന്മാർ ശൂഥേലഹ്. അവന്റെ മകൻ ബേരദ്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ എലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാദ്, അവന്റെ മകൻ ശൂഥേലഹ്, ഏസർ, എലാദ. ഇവർ ആദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രായിം ഏറിയ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. പിന്നെ അവൻ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവൻ അവന് ബെരിയാവ് എന്ന് പേർ വിളിച്ചു. അവന്റെ മകൾ ഷെയര. അവൾ താഴത്തെയും മേലത്തെയും ബേത്ത്ഹോരോനും ഉസേൻ ഷെയരയും പണിതു. അവന്റെ മകൻ രേഷഫും. അവന്റെ മകൻ തേലഹ്. അവന്റെ മകൻ തഹൻ. അവന്റെ മകൻ ലദാൻ. അവന്റെ മകൻ അമ്മിഹൂദ്. അവന്റെ മകൻ എലീഷാമ. അവന്റെ മകൻ നൂൻ.
അവൻ്റെ മകൻ യഹോശുവ. അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബേഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, കിഴക്കോട്ട് നയരാനും, പടിഞ്ഞാറോട്ട് ഗേസരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, ഗസ്സയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ശേഖേമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും. മനശ്ശെയരുടെ ദേശത്തിനരികെ ബേത് ഷെയാനും അതിൻ്റെ ഗ്രാമങ്ങളും, താനാക്കും അതിൻ്റെ ഗ്രാമങ്ങളും, മെഗിദ്ദോവും അതിൻ്റെ ഗ്രാമങ്ങളും, ദോരും അതിൻ്റെ ഗ്രാമങ്ങളും, അവയിൽ ഇസ്രായേലിൻ്റെ മകനായ യോസേഫിൻ്റെ പുത്രന്മാർ പാർത്തു. ആശേരിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇശ്വ, യുഷി, ബെരിയാവ്. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ, ബിർസയീത്തിൻ്റെ അപ്പനായ മൽക്കിയേൽ. ഹേബർ യഫ്ലേത്തിനെയും ഷേമേരിനെയും ഹോഥാമിനെയും അവരുടെ സഹോദരിയായ ശൂവയെയും ജനിപ്പിച്ചു. യഫ്ലേത്തിൻ്റെ പുത്രന്മാർ പാസാക്, ബിംഹാൽ, അശ്വാത്ത്. ഇവർ യഫ്ലേത്തിൻ്റെ പുത്രന്മാർ. ഷേമരിൻ്റെ പുത്രന്മാർ അഹി, രൊഹ്ഗ, യഹുബ, അരാം. അവൻ്റെ സഹോദരനായ ഹേലമിൻ്റെ പുത്രന്മാർ സോഫഹ്, ഇമ്ന, ഷേലഷ്, ആമാൽ. സോഫഹിൻ്റെ പുത്രന്മാർ സൂഹ, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര. ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇദ്രാൻ, ബേര. ഏഥരിൻ്റെ പുത്രന്മാർ യഫുന്നെ, പിസ്പ, അര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, രിസ്യ. ഇവർ എല്ലാവരും ആശേരിൻ്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളുമായിരുന്നു. വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ 26,000 തന്നെ.